എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണായിരുന്നു. പൃഥ്വി, പറ്റില്ല. അശി, നീ എന്നൊന്ന് മനസ്സിലാക്ക. അത്രയ്ക്കൊരു എമർജൻസി ആയോണ്ടാ എനിക്ക് പോയേ പറ്റൂ. പൃഥ്വി ഇപ്പൊ പോയാ തിരിച്ചു വരുമ്പോ കാണുന്നത് എന്റെ ശവം മാത്രമായിരിക്കും. എന്നാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, നമ്മുടെ ശ്രമം വിജയിച്ച അതൊരു നല്ല കാര്യല്ലേ. ഇനി പരാജയപ്പെട്ടാലും കാര്യങ്ങൾ ഇപ്പോഴത്തെ പോലെ തുടരുമെന്നല്ലാതെ വേറെ മോശം കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ലല്ലോ. ഹാപ്പി ആയിട്ടിരിക്കണേ. പൂർണിമ ചേച്ചിയും ചേട്ടനെയും ഒന്നിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് ഞങ്ങളുടെ ഒപ്പം മുത്തശ്ശി ഉണ്ടായാൽ മതി. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒരു ശ്രമം നടത്തി നോക്കാന്ന് എനിക്കും തോന്നണു. ആ മനസ്സ് മതി, ബാക്കി എല്ലാം ശരിയായിക്കോളും. മോളെ ഇങ്ങ് വാ. എന്താ പരിപാടിയെന്നോ? എന്താ പരിപാടിയെന്ന് ചോദിച്ചാലേ, ഞങ്ങള് ഒരു സീക്രട്ട് മിഷൻ പ്ലാൻ ചെയ്തതാ. ആരോടും പറയാതിരുന്ന ഈ മിഷനില് ധോനിമോളെയും ഞങ്ങളുടെ കൂടെ കൂട്ടാം. നമ്മള് 4 പേരും കൂടി ചേർന്ന് മോളുടെ അച്ഛന്റെയും അമ്മയുടെയും പിണക്കമൊക്കെ അങ്ങ് മാറ്റാം. അവര് 2 പേരും പഴയ പോലെ ഒന്നിച്ച് ധ്വനിമോൾക്കൊപ്പം ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. എവിടെയെങ്കിലും നല്ലൊരു കാര്യത്തിന് പോവാൻ ഇറങ്ങുമ്പോ ശകുനപ്പഴ പോലെ 2 എണ്ണം വരുന്നുണ്ട്. എന്റെ ജീവിതം നശിപ്പിക്കാനല്ലേ 2 കൂടി ഈ വീട്ടിലേക്ക് വന്നത്. എങ്കിൽ നീയൊക്കെ കേട്ടോ, ഞാനും പൃഥ്വിയും കൂടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ പോവാ. നിങ്ങൾ എവിടെ പോയാ ഞങ്ങൾക്ക് എന്താ ഷീ? വേണ്ടടി, അഭിനയിക്കണ്ട. ഞാൻ നന്നായി ജീവിക്കുന്നതില് നിനക്ക് കുശുമ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അക്ഷിതയ്ക്ക് വെറുതെ തോന്നുന്നതാ. അതെ, എനിക്ക് വെറുതെ തോന്നുന്നതാ. സമ്മതിച്ചു. എന്താ പോരെ? നീയൊക്കെ അഭയാർത്ഥികളെ പോലെ ഇവിടെ താമസിച്ചോ? നിന്റെ ഭർത്താവ് ഇതുവരെ നിനക്ക് മര്യാദയ്ക്ക് ഒരു നേരത്തെ ഫുഡെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്റെ പൃഥ്വി എന്നെ നോക്കുന്നത് രാജകുമാരിയെ പോലെയാ. നല്ല കാര്യം. ഇന്നും അങ്ങനെ തന്നെ സന്തോഷായിട്ടിരിക്കട്ടെ. മാതി ദുർഗ, നിന്റെ അഭിനയം. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നീ സന്തോഷം അഭിനയിക്കുന്നതാ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് കിട്ടുന്നതൊക്കെ അതുപോലെ നിനക്കും വേണമെന്നല്ലേ നിന്റെ അത്യാഗ്രഹം. അതിനായിരിക്കും ഒന്നിനും കൊള്ളാത്ത നിന്റെ കെട്ടിയോനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്. പിന്നെ നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് എന്നെ പോലെ ആവാൻ പറ്റില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. ഞങ്ങൾ സ്റ്റാർ ഹോട്ടലിൽ പോയി എൻജോയ് ചെയ്യുമ്പോ നീ ഇവിടെ ഞങ്ങളുടെ ഭിക്ഷ പോലെ കിട്ടുന്ന ആഹാരവും കഴിച്ച് വിശപ്പടക്കും. വരുന്നില്ലേ? ലേറ്റ് ആവും. ഞാൻ റെഡിയാ പൃഥ്വി. വാ, നമുക്ക് പോവാം. എങ്കിൽ ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. ബൈ. വാ. പാവം. അത്രയ്ക്ക് പാവമൊന്നുമല്ല. തന്നെ വേദനിപ്പിക്കാൻ അവസരവും നോക്കി നടക്കുക. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എന്തൊക്കെ ചെയ്താലും എനിക്കവൾ അനുജത്തി തന്നെ. അഷിക്ക് ദോഷമായിട്ട് ഒന്നും വരരുതെന്ന എന്റെ പ്രാർത്ഥന. കിരൺ വാ. കാറിലേക്ക് കയറിക്കോ.
ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ആയിട്ട് വരാം. വേഗം വരണം. വരാടോ. ഹലോ. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഫോൺ എടുക്കാൻ എന്താ എത്ര താമസം? അത് കോള് ഞാൻ കണ്ടില്ല. കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്. ഡ്രൈവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ഇപ്പൊ അണ്ടർ കവർ കസ്റ്റഡിയില. എത്രയും പെട്ടെന്ന് അയാളെ രക്ഷിക്കണം. അയാൾ എന്തെങ്കിലും പറഞ്ഞ നമ്മൾ പെടും. നീ നേരിട്ട് ഇറങ്ങിയേ പറ്റൂ. ഞാനോ? അതെ, ഇപ്പൊ തന്നെ പോണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് ഞാൻ വൈഫിനെ കൊണ്ട് ഡിന്നറിന് പോകാൻ ഇറങ്ങിയതാ. ഇപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല. വാട്ട്? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? നീ ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ നിനക്ക് വൈഫ് ഉണ്ടാവില്ല. ഏയ് പ്ലീസ്, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നന്നായി ആലോചിച്ചിട്ട് മാത്രം. നമുക്കിടയിലുള്ള നിയമങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. അറിയാം. ഞാൻ ഇപ്പൊ തന്നെ ഡ്രൈവറിനെ അന്വേഷിച്ച് പോയിക്കോളാം. ഗുഡ്. ശ്ശോ, ഇത് പൃഥ്വി, ആ, വേഗം വാ, ലേറ്റ് ആവുന്നു. ആ വരുന്നു. നമുക്ക് പോവാ. അത് പിന്നെ ആശി, നമുക്ക് നാളെ പോയാ പോരെ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണായിരുന്നു. പൃഥ്വി, പറ്റില്ല. അശി, നീ എന്നെ ഒന്ന് മനസ്സിലാക്കും. അത്രയ്ക്കൊരു എമർജൻസി ആയോണ്ടാ എനിക്ക് പോയേ പറ്റൂ. പൃഥ്വി ഇപ്പൊ പോയാ തിരിച്ചു വരുമ്പോ കാണുന്നത് എന്റെ ശവം മാത്രമായിരിക്കും. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഇനിയും വയ്യ. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനും മാത്രം ഞാനെന്ത് തെറ്റാ ചെയ്തേ? എനിക്കറിയാം പൃഥ്വിക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. ഏയ്, അതാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നേ. ഇനി പൃഥ്വി ബുദ്ധിമുട്ടണ്ട. ഞാൻ സ്വയം എന്റെ ശല്യം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഏയ് വേണ്ട, ഇങ്ങനൊന്നും പറയാതെ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് ഡിന്നറിന് പോവാം. ഓക്കെ? മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് താൻ തന്നെയാ. പോവാ.